ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഗിബ്സൺ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ഡോൾ ഹൗസ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. പാവവീട്. അതിലെ ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരു കഥയാണ്. അതിലെ ആ സ്ത്രീ ആ പുരുഷനെ വിട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു കഥാസന്ദർഭമുണ്ട്. എന്തിനാണ് എന്നെ വിട്ടു പോകുന്നതെന്നുള്ള അയാളുടെ ചോദ്യത്തിന് അവൾ പറയുന്ന മറുപടി ഇതാണ്: ഈ വീട്ടിലൊരു പ്രശ്നമുണ്ട്. ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യവും സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം, ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ അപരിചിതരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തത്, നിങ്ങൾ പറയുന്നതനുസരിക്കുന്ന ഒരു പാവയെ മാത്രം മതി. ഇത് പറഞ്ഞിട്ട് വാതിൽ വലിച്ചടച്ചിട്ട് കടന്നു പോകുന്ന അവളെക്കുറിച്ച് പറയുന്നത്, വലിയ വെടിശബ്ദത്തേക്കാൾ ഉച്ചത്തിലുള്ള ശബ്ദത്തിലാണ് അവൾ ഡോറടച്ചതെന്നാണ്. കുടുംബജീവിത പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മെ വളരെയേറെ ചിന്തിപ്പിക്കുന്ന, വളരെയേറെ തിരുത്തലുകൾ ജീവിതത്തിൽ വരുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഇതിവൃത്തമാണ് അതിലുള്ളത്. കുടുംബ പശ്ചാത്തലത്തിൽ ഒരു ചിന്തയുമായിട്ട് അല്പസമയം മുൻപോട്ട് പോകാമെന്നാണ് ചിന്തിക്കുന്നത്. അതിനായിട്ട് പഴയ നിയമത്തിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം അതിപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ആ കാലത്ത് എസ്കിയായ്ക്ക് മരിക്കത്തക്ക രോഗം ബാധിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്ന അവനോട്, നിന്റെ കുടുംബകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, സൗഖ്യമാകുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിന്റെ കുടുംബകാര്യം ക്രമത്തിലാക്കുക. ഇന്ന് നമുക്ക് സമൂഹത്തിൽ കണ്ണോടിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്, ധാരാളം കുടുംബജീവിതങ്ങൾ ശിഥിലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രം കഴിയുമ്പോൾ ഡൈവേഴ്സിനെ നേരിടേണ്ടി വരുന്ന അനേകം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. പലർക്കും പല കാരണങ്ങളാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും പ്രതീക്ഷിച്ചതും കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന സങ്കടം, പ്രയാസം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു ജീവിത പങ്കാളിയെ അല്ല എനിക്ക് കിട്ടിയത് എന്നുള്ള സങ്കടം മനസ്സിലിങ്ങനെ കൊണ്ടു നടന്ന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മുറിപ്പെടുത്തുന്ന ചില സംഭവങ്ങളുണ്ടാകുമ്പോൾ അത് വലിയ കലഹത്തിലേക്കൊക്കെ ചെന്ന് അവസാനിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പരിശുദ്ധമായിരിക്കുന്ന ഈ നോമ്പിൻ്റെ നാളുകളിൽ വിനയത്തിൻ്റെയും താഴ്മയുടെയും സഹനത്തിൻ്റെയും നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബജീവിതം ഒന്ന് ക്രമപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇന്നത്തെ കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ? വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഉത്തമമായ മാതൃകയായ അനേക കുടുംബങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. യൗസേപ്പും കന്യാമറിയവും പരസ്പര സഹനങ്ങളിലൂടെ കടന്നുപോയ ആ തിരുക്കുടുംബം നമുക്കൊരു മാതൃകയാണ്. ഒരുമിച്ച് ആരാധനാലയത്തിലേക്ക് കടന്നു പോകുന്ന, പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്ന, കർത്താവ് വളർന്നത് ജ്ഞാനത്തിൽ, ദൈവകൃപയിൽ വളർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മാതൃകയുള്ള കുടുംബങ്ങൾ. എന്നാൽ ആ ഒരു കുടുംബ ജീവിതത്തെ നമ്മിലേക്ക് സംശീകരിക്കുന്നതിനോ, മാതൃകയുള്ള കുടുംബം സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നതിനോ ഇന്ന് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഒരിക്കൽ ഒരു ഭർത്താവ് വന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമാകാൻ പോവുകയാണ്.
2 വർഷം തികയുന്നതിന് ഇനി 2 മാസം കൂടിയേ ഉള്ളൂ. പക്ഷേ ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഇനി മുതൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നില്ല. അതിന് ഞാൻ കണ്ടെത്തിയതായ കാരണം എന്ന് പറയുന്നത് എൻ്റെ ജീവിത പങ്കാളിയിൽ കണ്ടെത്തിയിരിക്കുന്ന ചില തിന്മകളാണ്. ഒരു 5-8 തിന്മകൾ. അത് എന്ത് ചെയ്താലും ഒത്തുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഉപദേശം ചോദിക്കാൻ വന്ന ആൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, 2 വർഷം കൂടിയുണ്ടല്ലോ, നിങ്ങളുടെ 2 വർഷം പൂർത്തീകരിക്കുവാൻ 2 മാസം കൂടി ഉണ്ടല്ലോ. ഈ 2 മാസം കൂടി നിങ്ങൾ ഒരുമിച്ചൊന്ന് കഴിയുക. ഈ 2 വർഷം തികയുന്ന അന്ന്, വിവാഹ വാർഷികത്തിൻ്റെ അന്ന്, നീ നിൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു സമ്മാനം കൊടുക്കണം. ഒരുപാട് വിലയേറിയ സമ്മാനങ്ങളൊന്നും കൊടുക്കണ്ട. നീ ഇപ്പോൾ ഈ 2 വർഷക്കാലം ജീവിച്ചപ്പോൾ കുറേ തിന്മകൾ കണ്ടു, ഒരു 8 തിന്മകൾ നിങ്ങൾ ജീവിതം കണ്ടു. ഒരു 2 മാസം നിങ്ങൾ ഒരുമിച്ചൊന്ന് കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, എന്തെങ്കിലും നന്മകൾ നിൻ്റെ ജീവിത പങ്കാളിയിലുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അതൊരു പേപ്പറിലേക്ക് എഴുതിയിട്ട് മടക്കി ഒരു കവറിലിട്ട് കൊടുത്താൽ മതി. 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു അയാൾ. ചോദിച്ചു, എന്തെങ്കിലും നന്മകൾ നിൻ്റെ ജീവിത പങ്കാളിയിൽ കണ്ടെത്തുവാൻ സാധിച്ചു? ഉവ്വ്, ഒരു 20 നന്മകൾ എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചു. ഇത് 2 വർഷക്കാലം കൂടെ കഴിഞ്ഞപ്പോൾ നീ കണ്ടെത്തിയതായ 8 തിന്മകളാണോ? നീ എന്തെങ്കിലും നന്മകൾ ജീവിത പങ്കാളിയിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ടെത്തിയതായ നന്മകളാണ് ഏറ്റവും വലുത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മളുടെ കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. ഇണക്കങ്ങളിലൂടെയും പിണക്കങ്ങളിലൂടെയും ഒക്കെയാണ് കുടുംബജീവിതം മുമ്പോട്ട് പോകുന്നത്. പക്ഷേ അത് ക്രമത്തിലാണോ അല്ലയോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ? പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ് എങ്കിൽ, സഹിക്കാൻ പറ്റുന്ന സഹനങ്ങളാണ് എങ്കിൽ അത് നമുക്ക് തീർക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. നമുക്ക് വിവാഹ ശുശ്രൂഷയിൽ, പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ വിവാഹ ശുശ്രൂഷ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 ക്രമങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. 1 മോതിരം വാഴ്വിൻ്റെ ക്രമം, 2 കിരീടം വാഴ്വിൻ്റെ ക്രമം. മോതിരം വാഴ്വിൻ്റെ ക്രമം എന്ന് പറയുന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പരിശുദ്ധ സഭയാകുന്ന മണവാട്ടിയെ മണവാളനാകുന്ന കർത്താവ് മോതിരമാകുന്ന, തൻ്റെ രക്തമാകുന്ന മോതിരം കൊടുത്ത് അവളെ വിലയ്ക്ക് വാങ്ങുന്നതാണ്, അവൾ തന്നോട് ചേർക്കുന്നതാണ്. രക്തം എന്ന് പറയുന്ന, ശരീരരക്തങ്ങൾ എന്ന് പറയുന്നത് അത് ജീവനാണ്. ജീവൻ പരസ്പരം കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു സ്നേഹബന്ധമാണ് കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ടതെന്ന് മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമമൊക്കെ പരിശോധിക്കുമ്പോൾ വിവാഹം കഴിക്കുവാൻ പോകുന്ന ആ പെൺകുട്ടിക്ക് മോതിരം ധരിപ്പിച്ചവളെ ഇങ്ങനെ ചേർത്തുകൊള്ളുന്ന ഒരു രീതിയൊക്കെ അതിൻ്റെ പാരമ്പര്യത്തിലുണ്ട്. കിരീടം വാഴ്വിലേക്ക് വരുമ്പോൾ കിരീടങ്ങൾ ധരിക്കുന്നത് അത് രാജാക്കന്മാരാണ്, അധികാരമുള്ളവരാണ്. അധികാരം മാത്രമല്ല, തൻ്റെ കീഴിലുള്ളതായ പ്രജകളെ പരിപാലിക്കുവാനും ശുശ്രൂഷിക്കുവാനുമുള്ള ഉത്തരവാദിത്വം കൂടി അവരിലുണ്ട്. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വരുന്ന ജീവിത പങ്കാളി, അതിനെ സംരക്ഷിക്കുവാൻ, സുരക്ഷിതമായി പരിപാലിക്കുവാൻ വലിയ ഉത്തരവാദിത്വം വിവാഹ ശുശ്രൂഷയിലൂടെ നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ തലയിൽ വെക്കുന്ന കിരീടം എന്ന് പറയുന്നത് അത് മുൾക്കിരീടം, കർത്താവ് തലയിൽ വെച്ചിരിക്കുന്ന മുൾക്കിരീടത്തോട് ഒരു സാദൃശ്യമുണ്ട്. മുള്ളാണത്. കുടുംബജീവിതത്തിൽ മുള്ളുകൾ ഉണ്ടാകാം. കാരണം കഴുത്തിൽ ധരിക്കുന്നതായ ആ താലിയിൽ ഒരു കുരിശുണ്ട്. സഹനമാകുന്ന മുള്ള് എപ്പോഴും കുടുംബജീവിതത്തിൽ ഉണ്ടാകാം. വിട്ടുവീഴ്ച മനോഭാവം, പരസ്പരം മനസ്സിലാക്കുന്ന രീതികൾ, ഇതിലൂടെയൊക്കെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് വിവാഹ ശുശ്രൂഷ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിപാലനത്തിൻ്റെയും സഹനത്തിൻ്റെയും പരിശുദ്ധ സഭയും നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവും തമ്മിലുള്ള ആ ബന്ധം, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ച ആ സ്നേഹം, ഇതെല്ലാം കുടുംബജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. നമ്മുടെ കുടുംബകാര്യങ്ങൾ ക്രമപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. വിട്ടുവീഴ്ച മനോഭാവവും പരസ്പര സ്നേഹവും പരസ്പരം മനസ്സിലാക്കുവാനുള്ള ഒരു വിളിയും വിവാഹം നമുക്ക് നൽകുന്നുണ്ട്. ഒരിക്കൽ ഒരു 10-30 വയസ്സായ ഒരു പെൺകുട്ടിയുടെ മരണശേഷം അവരുടെ മാതാപിതാക്കൾ അവൾ എഴുതിയതായ കുറേ കവിതകൾ പ്രസിദ്ധീകരിക്കുവാൻ കൊണ്ടുവന്നു. അവർ പറയുന്നത്
അവളുടെ മരണശേഷം അവളുടെ മുറി പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾ കവിത എഴുതുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. 30 വർഷത്തോളം കൂടെ കഴിഞ്ഞതായ മകൾ കവിത എഴുതുമായിരുന്നു എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കുടുംബജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കുന്നില്ല, പരസ്പരം അത് അപരിചിതരായി മാറിക്കൊണ്ടിരിക്കുകയാകുന്നു എന്ന കഥയിൽ പറഞ്ഞതുപോലെ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾക്ക് നമ്മുടെ ഭവനത്തിലുള്ളവരെ, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിത പങ്കാളിയെ നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതൊന്ന് ക്രമപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കൂടെ കഴിയുന്നവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന്, താല്പര്യങ്ങൾ എന്താണെന്ന്, അവരേറ്റവും സന്തോഷം അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരാളുടെ പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് തൻ്റെ പിതാവിൻ്റെ സ്നേഹം എത്രമാത്രം വലുതാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞത്. കാരണം ഈ അച്ഛൻ ഇങ്ങനെ മകനെക്കുറിച്ച് ഒത്തിരി ആകുലതയുള്ള ഒരു പിതാവായിരുന്നു. ഇവനിങ്ങനെ ചില സാംസ്കാരികമായ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നത് കൊണ്ട് പലപ്പോഴും വൈകിയായിരിക്കും വീട്ടിലെത്തുക. ചില ദിവസങ്ങൾ അവൻ വരികയില്ല. അപ്പോൾ ഇവനിങ്ങനെ വരാൻ വൈകിക്കഴിയുമ്പോൾ ഇങ്ങനെ മുറ്റത്തുകൂടി ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് ഇവൻ എവിടെയായിരിക്കും എന്ന് ചിന്തിച്ച് അകലപ്പെടുന്ന ഒരു പിതാവ്, വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്ന പിതാവ്. അങ്ങനെ ഒരു ദിവസം ഇവനിങ്ങനെ വരാൻ വളരെയേറെ വൈകുന്നത് കണ്ട് അപ്പനിങ്ങനെ മുറ്റത്തുകൂടി നടന്ന അവസാനം ഇവൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് മുട്ടിയപ്പോൾ അവൻ്റെ ഭാര്യ ഉറക്കച്ചടവോടുകൂടി വാതിൽ തുറന്നു. അവൾ ചോദിച്ചു, എന്താ അച്ഛാ? അപ്പോൾ ഈ അച്ഛൻ ചോദിച്ചു, അവനിന്ന് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓ അച്ഛാ, പറഞ്ഞിരുന്നു, ഇന്ന് വരില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരു ആശ്വാസത്തോടെ അയാൾ പോയി കിടന്നുറങ്ങി. ഇവനിങ്ങനെ പറയുകയാണ്, ഞാൻ അവളെ വിളിച്ച് വരില്ല എന്ന് പറഞ്ഞ അതേ സമയത്ത് തന്നെ എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനോടുകൂടി ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ആ വാർദ്ധക്യത്തിൽ അത്ര അസ്വസ്ഥതയോടുകൂടി അയാൾ നടക്കില്ലായിരുന്നു. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയേനെ. അയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ്റെ സ്നേഹം, അച്ഛൻ്റെ ഒന്ന് മനസ്സിലാക്കാൻ, അച്ഛനെ ഒന്ന് തിരിച്ചറിയാൻ, അച്ഛനെ ഒന്ന് കരുതാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്ന് അയാളുടെ മനസ്സിൽ തോന്നിയത്. കാരണം ഇത് നമ്മൾ എപ്പോഴും വിസ്മരിക്കുന്ന ഒന്നാണ്. നമ്മുടെ കൂടെ പാർക്കുന്നവരുടെ സന്തോഷം വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മദർ തെരേസയോട് പത്രപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ പുഞ്ചിരി വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. അതെ, മരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ പുഞ്ചിരി വീണ്ടെടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പത്രപ്രവർത്തകനോട് ചോദിച്ചു, നിങ്ങൾക്ക് സാധിക്കുമോ മരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ പുഞ്ചിരി വീണ്ടെടുക്കുവാൻ? അയാൾ വല്ലാതെ പതറുകയാണ്. കാരണം അയാളുടെ ജീവിതത്തിലേക്ക് വന്ന ആ സ്ത്രീയുടെ പുഞ്ചിരി പോലും അയാൾ വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ കുടുംബത്തിലുള്ളവരുടെ സന്തോഷം എന്താണെന്ന് കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മളുടെ കൂടെ പാർക്കുന്നവർ ഏതെങ്കിലും സങ്കടത്തിലൂടെ, വേദനയിലൂടെ, ഭാരത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു സെമിനാർ, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള സെമിനാറിൽ ഒരാളോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിൻ്റെ ജീവിത പങ്കാളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണെന്നറിയാവോ? അപ്പോൾ വല്ലാതെ പരുങ്ങുകയാണ്. എല്ലാ ഭക്ഷണവും ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇത്ര വർഷങ്ങൾ കൂടെ കഴിഞ്ഞിട്ടും എൻ്റെ ജീവിത പങ്കാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താണെന്ന് അറിയാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം അപരിചിതരായിട്ട് മാറിക്കൊണ്ടിരിക്കുക എൻ്റെ ജീവിതത്തിൽ. നിൻ്റെ കുടുംബ കാര്യം ക്രമത്തിലാക്കുക. ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരാം, ദുഃഖങ്ങളിലൂടെ കടന്നു പോകാം, വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ, ആകുലതകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരാം. അങ്ങനെ കടന്നു പോകുന്ന സാഹചര്യത്തിലും നമുക്ക് മറ്റുള്ളവരുടെ സന്തോഷം വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അവരുടെ വേദനയ്ക്ക് ഒരാശ്വാസവും സ്വാന്തനവുമായി തീരുവാൻ നമ്മുടെ ജീവിതത്തിലൂടെ സാധിക്കുന്നുണ്ടോ? ശാന്തമായിട്ട് നമുക്ക് ഈ നോമ്പുകാലം ഒന്ന് ചിന്തിക്കാം. നോമ്പെന്ന് പറയുന്നത് നൊമ്പരമേറ്റ് കരുണ പ്രാപിക്കുന്ന ഒരു കാലമാണല്ലോ. അല്പം നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന കാലം.
ഈ ടെർമിനേറ്റഡ് ആയിട്ടിരിക്കുന്ന ഈ രോഗികളെയൊക്കെ സർക്കാർ തന്നെ പരിപാലിക്കുന്ന ഒരു രീതി ഒരു കഥയിലൂടെ വായിച്ചതാണ്. അവിടെ ഈ ഒരു മരണത്തോടടുത്ത് കിടക്കുന്ന 2 രോഗികൾ, ഒരു കൂലിപ്പണിക്കാരനും ഒരു ധനവാനായ മനുഷ്യനും, അവരൊരു മുറിയിലിങ്ങനെ പാർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി മറ്റൊന്നും ചെയ്യാനായിട്ടില്ല. അവരുടെ ജീവിതം അവസാനിക്കാറായി. ഇനി മറ്റൊരു മരുന്നുകൾ കൊണ്ടും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ 2 പേരെയും മുറിയിൽ ഇങ്ങനെ പരിപാലിച്ചിരിക്കുമ്പോൾ ഈ കൂലിപ്പണിക്കാരനായ മനുഷ്യൻ എന്തോ പേപ്പറിൽ ഇങ്ങനെ എഴുതി കുത്തി വരയ്ക്കുന്നു. ആ പേപ്പർ ഇങ്ങനെ വേസ്റ്റ് ബിന്നിലിടുന്നു. ഇത് ഈ ധനവാനായ മനുഷ്യൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ധനവാനായ ഈ മരണത്തോടടുക്കുന്ന മനുഷ്യൻ. അപ്പോൾ ഇയാൾ എന്താണ് എഴുതിത്തള്ളതെന്ന് അറിയാൻ വേണ്ടി വേസ്റ്റ് ബിന്നിൽ നിന്ന് ആ പേപ്പർ എടുത്ത് നോക്കി. അവിടെ എഴുതിയിരിക്കുന്നു, നടക്കാതെ പോയ ആഗ്രഹങ്ങൾ. നടക്കാതെ പോയ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് അയാൾ എഴുതി ഇങ്ങനെ വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയാണ്. അതിൻ്റെ അകത്ത് ആ പേപ്പറിൽ ആദ്യം എഴുതിയിരിക്കുന്ന ഇതൊന്ന് ഇയാളൊന്ന് വായിച്ചു നോക്കി. 1, ഒരു ബർഗർ കഴിക്കണം. കൂലിപ്പണിക്കാരനായ ഒരാളുടെ ഒരു ആഗ്രഹമാണ് ഒരു ബർഗർ കഴിക്കണം. അതുപോലും നടക്കാതെ ഈ ലോകത്തുനിന്ന് കടന്നു പോകുന്ന അനേകം ആളുകൾ ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത്. മറ്റുള്ളവരെ പുഞ്ചിരിക്കാനൊന്ന് സഹായിക്കാൻ നമുക്ക് സാധിക്കുമോ? അവരുടെ പുഞ്ചിരി ഒന്ന് വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമോ? വേദനകളുടെയും ഭാരങ്ങളുടെയും കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും കാലഘട്ടത്തിലൂടെ നമ്മൾ കഴിയുമ്പോൾ നമ്മളുടെ കുടുംബ ജീവിതത്തെ ഒന്ന് ക്രമത്തിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. നോമ്പ് കാലഘട്ടം ആഹാരത്തെ മാത്രം വെടിഞ്ഞ്, ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞ് നോക്കുന്ന നോമ്പ് അത്ര ശ്രേഷ്ഠമായിട്ടുള്ള നോമ്പ് ആണെന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ? അല്ല. ഇവിടെ ഭക്ഷണം നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം പറയുന്നത് പോലെ അന്യായത്തിൻ്റെ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കേറുകളെ പൊട്ടിക്കുക, വിശക്കുന്നവന് തൻ്റെ അപ്പം വിഭാഗിച്ചു കൊടുക്കുക, ആഹാരമില്ലാത്തവന് ആഹാരമായി തീരുക, ഇതൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന നോമ്പ് ഉപവാസവുമെന്ന് യഹോവയായ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ പറയുമ്പോൾ നമ്മളുടെ ഈ നോമ്പ് കാലഘട്ടം ഏറ്റവും ഭാസുരമാക്കണമെങ്കിൽ അല്പം സഹനങ്ങളിലൂടെ കടന്നു പോവുകയും അല്പം നൊമ്പരങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാൽ തന്നെയും നമ്മുടെ കൂടെ പാർക്കുന്നവരുടെ സന്തോഷം വീണ്ടെടുക്കുവാൻ, അവരുടെ വേദന സ്വന്തം വേദനയായിട്ടൊന്ന് കരുതുവാൻ, അവരെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ. നമ്മൾ കടന്നു വന്നതായ വഴികളിൽ ഒരുപാട് പേരുടെ കാലിടറുന്നതിന് നമ്മളിടയായി തീർന്നിട്ടുണ്ടാകാം. കൂടെ പാർക്കുന്ന ജീവിത പങ്കാളിയാണെങ്കിലും കൂടെ കഴിയുന്നതായ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ മക്കളുമൊക്കെ അവരർഹിക്കുന്നതായ പരിഗണനയിൽ ജീവിക്കുവാൻ ഈ നോമ്പുകാലം അവർക്കൊരു സ്വാതന്ത്ര്യത്തിനായി തീരണം. ഒരു മനുഷ്യൻ അദ്ദേഹം ഇങ്ങനെ തൻ്റെ പിതാവിനെ നന്നായിട്ട് നോക്കുന്നുണ്ട്, നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അയാളിങ്ങനെ എല്ലാവരോടും പറയും. അപ്പോൾ അയാളിങ്ങനെ ഒരിക്കൽ ഈ പിതാവിനെയും കൊണ്ടൊരു പാർക്കിലേക്ക് കടന്നു ചെല്ലുകയാണ്. പാർക്കിൽ വന്ന് ഇങ്ങനെ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരുന്ന് അച്ഛനെയും കൊണ്ട്, അച്ഛൻ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്ന പിതാവാണ്, പിതാവിൻ്റെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഈ പാർക്കിലേക്ക് കൊണ്ട്. അപ്പോൾ വാർദ്ധക്യ കാലഘട്ടത്തിലും ഈ പാർക്കിലേക്ക് ഇയാളെ ഇങ്ങനെ കൊണ്ടുപോകാനും അയാളുടെ സന്തോഷം വീണ്ടെടുക്കുവാനായിട്ട് മകൻ ശ്രമിക്കുന്നു എന്ന് അവകാശപ്പെടുകയാണ്. അങ്ങനെ ഈ പാർക്കിൽ കൊണ്ടുവന്ന് ബെഞ്ചിലിരുത്തി ഇങ്ങനെ മകൻ ഇങ്ങനെ അടുത്തിരുന്ന് എന്തൊക്കെയോ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി വായിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പിതാവ് എന്തോ കണ്ടിട്ട്, ഓർമ്മയൊന്നുമില്ല, ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ മകൻ ഇത് ഇന്ന സാധനമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ 2ാമത്തെ തവണയും വീണ്ടും അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു. അതിന് ഉത്തരം പറഞ്ഞു. 3ാമത്തെ തവണയും ഈ ചോദ്യം ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ മകന് ദേഷ്യം വന്നു. അങ്ങനെ അപ്പനെയും പിടിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയുണ്ടായി. മകൻ അച്ഛനെ നന്നായിട്ട് പരിപാലിക്കുന്നു, ശുശ്രൂഷിക്കുന്നു അവകാശപ്പെടുന്നത്. പക്ഷെ ഒരു കാര്യം തന്നെ 3 തവണ ഈ മകനോട് അച്ഛൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന് ദേഷ്യം വന്നു. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം അപ്പൻ കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ് അപ്പൻ്റെ ഡയറി എടുത്ത് അപ്പൻ എല്ലാ ദിവസവും ഡയറി എഴുതും. മരിക്കുന്നതിൻ്റെ മുമ്പ് വരെ, ആരോഗ്യമുള്ളിടത്തോളം കാലം വരെ അപ്പൻ ഡയറി എഴുതുമായിരുന്നു. അങ്ങനെ ഡയറി
എഴുതിയത് മകൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ആ മകൻ ഇതിങ്ങനെ വായിക്കുകയാണ്. അങ്ങനെ വായിക്കുമ്പോൾ ഈ മകൻ്റെ ഒരു ചെറിയ പ്രായം 5-8 വയസ്സുള്ള ഒരു പ്രായത്തിൽ ഈ മകനെയും കൊണ്ട് ഈ അപ്പൻ ഒരു തടാകത്തിൽ പോയ സംഭവം എഴുതിയിരിക്കുകയാണ്. ഇന്ന ഡേറ്റ്, ഇന്ന് ഞാൻ എൻ്റെ മകനുമായി തടാകത്തിലേക്ക് പോയി അപ്പൻ എഴുതിയിരിക്കുന്നു. തടാകത്തിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു മീനിനെ കണ്ടിട്ട് ആ മീനിൻ്റെ പേരെന്താണെന്ന് മകൻ എന്നോട് ചോദിച്ചു. ഞാനതൊരു ഉത്തരം പറഞ്ഞു. അവൻ 12 തവണ ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിച്ചു. അവൻ അത് എന്താണെന്ന് അറിയുവാൻ, എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവൻ ആവർത്തിച്ച് അതേ പേരുകൾ തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചത്. അത് അയാൾ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചപ്പോൾ മകൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പൻ 3 തവണ തൻ്റെ വാർദ്ധക്യാവസ്ഥയിലെ ഓർമ്മയില്ലാത്തത് കൊണ്ട് ചോദിച്ചപ്പോൾ അവന് ദേഷ്യം വന്നെങ്കിൽ, അപ്പനെ നന്നായിട്ട് ശുശ്രൂഷിച്ചു, കരുതി പരിപാലിച്ചു എന്ന് ഞാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ എത്രമാത്രം സ്നേഹം ഞാൻ എൻ്റെ അപ്പന് പകർന്നു കൊടുത്തിരുന്നു എന്നൊരു ചിന്ത അയാൾ ഉദിക്കുകയുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന പലതും മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമല്ല. നമ്മൾക്ക് കിട്ടിയതെല്ലാം നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മളുടെ ഒരാളുടെ ആത്മീയത ആരംഭിക്കുന്നത് അഗാധമായിട്ടുള്ള കടബോധത്തിൽ നിന്നാണ്. എനിക്ക് എന്തെല്ലാമൊക്കെയോ കിട്ടിയിട്ടുണ്ട്, കിട്ടിയത് മുഴുവനും എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള ആ നൊമ്പരത്തിൽ നിന്നാണ് ഒരാളുടെ ആത്മീയത ആരംഭിക്കുന്നതാണെന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയതൊക്കെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? നമുക്ക് കിട്ടിയതൊക്കെ നമ്മളുടേത് തന്നെയാണോ? ദൈവത്തിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതിനൊക്കെ തിരിച്ച് പ്രതിഫലം കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? സോക്രട്ടീസിനെ കുറിച്ചൊക്കെ പറയുന്നത്, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിങ്ങനെ ചുറ്റും നിൽക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നടക്കാതെ പോയ, പൂർത്തീകരിക്കാത്ത എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുവാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇന്ന ക്ഷേത്രത്തിൽ ഇന്ന വഴിപാട് നേർന്നിട്ടുണ്ട്, അപ്പോൾ അത് ഞങ്ങൾ കൊടുത്തുകൊള്ളാം. ഇനി മറ്റെന്തെങ്കിലും കടമുണ്ടോ? അപ്പം മറ്റെന്തെങ്കിലും കടമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വല്ലാതെ വിറയ്ക്കുകയാണ് ഈ സോക്രട്ടീസ്. കാരണം മറ്റെന്തെങ്കിലും കടമോ? അതെങ്ങനെ വീട്ടിൽ തീർക്കാനാ? എന്തുമാത്രം കടങ്ങളുണ്ട്, എത്രയോ ആളുകളോട് കടങ്ങളുണ്ട്. ദൈവം തന്നിട്ടുള്ളതിനെല്ലാം തിരിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ നമുക്ക്? ഓരോ നിമിഷവും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ദൈവം തരുന്ന വലിയൊരു അനുഗ്രഹമല്ലേ? ആ അനുഗ്രഹത്തിന് തിരികെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ കൂടെ പാർക്കുന്നവരുടെ സന്തോഷം വീണ്ടെടുത്തുകൊണ്ടെങ്കിലും അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്നും അവർക്ക് അർഹതപ്പെട്ടത് എന്താണെന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കുവാൻ, അവർക്ക് നൽകുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമ്പോഴല്ലേ നമ്മളുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി തീരുന്നത്. നമ്മളുടെ കൂടെ പാർക്കുന്നതായ ജീവിത പങ്കാളി, നമ്മളുടെ സ്നേഹം അർഹതപ്പെടുന്ന, നമ്മളുടെ കൂടെ പാർക്കുന്ന വയോധികരായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് പലപ്പോഴും ഓർമ്മ കാണണമെന്നില്ല. പക്ഷെ നമ്മളുടെ സാമീപ്യം, നമ്മളുടെ ചില വാക്കുകൾ അവരിലുണ്ടാക്കുന്ന സന്തോഷം എത്രമാത്രമാണ്. നമ്മളൊന്ന് വരാൻ വൈകിക്കഴിഞ്ഞാൽ അവർ അനുഭവിക്കുന്ന ദുഃഖം, സങ്കടം എത്രയാണ്. നമ്മൾക്ക് വേണ്ടി നമ്മളുടെ ചെറിയ പ്രായത്തിൽ അവർ സഹിച്ച സഹനങ്ങളൊക്കെ ഓർത്തു കഴിഞ്ഞാൽ അതെല്ലാം തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് ഒരു സങ്കടത്തിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചുറ്റും നിൽക്കുന്നവർ ആ സങ്കടത്തിലേക്ക് കടന്നു വരാതിരിക്കണമെന്നുമെങ്കിലും നമുക്ക് ആഗ്രഹിക്കാൻ പാടില്ലേ? അതല്ലേ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. ഒരു കുടുംബത്തിൽ ഒരു സ്ത്രീ കടന്നു വന്നപ്പോൾ ആ സ്ത്രീ ആ കുടുംബത്തിലെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നുമൊക്കെ കൈപ്പേറിയ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ മകളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു പുരുഷനോ ഒരിക്കലും അത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുതെന്ന് ചിന്തിച്ച് ജീവിക്കാൻ സാധിക്കില്ലേ? ശേഷമുള്ള ജീവിതമെങ്കിലും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹിസ്കിയ രാജാവിന് മരിക്കത്തക്കതായ രോഗം ബാധിച്ചപ്പോൾ ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ
അവനോട് പറഞ്ഞു, നിൻ്റെ കുടുംബകാര്യം ക്രമത്തിലാക്കുക. വളരെ അത്യാവശ്യമാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ. നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് സ്വയം ഒന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും, ഉപവാസത്തിൻ്റെ നാളുകൾ എന്ന് പറയുന്നത് ഉപവസിക്കുക എന്ന് പറയുന്നത് കൂടെ വസിക്കുക എന്നുള്ളതാണ്. കൂടെ വസിക്കുന്ന ഒരു സമയമാണ്. ദൈവത്തിൻ്റെ കൂടെ നമ്മൾ വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്ന് മാറി നിന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് നമ്മൾ വസിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും ക്രമത്തിലാക്കുവാനുണ്ടെങ്കിൽ അത് ക്രമത്തിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കൂടെ പാർക്കുന്നവരുടെ സന്തോഷം വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ, മരിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ പുഞ്ചിരി വീണ്ടെടുക്കാൻ സാധിച്ചാൽ, നമ്മുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ നമ്മളിൽ നിന്ന് ചിലപ്പോൾ വേർപെട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, കുറച്ചുകൂടി അവരെ സ്നേഹിക്കാമായിരുന്നു. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവർ ചെയ്തതൊന്നും അത്ര വലിയ തെറ്റൊന്നുമായിരുന്നില്ല, കുറച്ചുകൂടി സ്നേഹിക്കാമായിരുന്നു. നെയ്പായസം എന്ന് പറയുന്ന ഒരു കഥ വായിച്ചൊരു ഓർമ്മയുണ്ട്. അതിൽ ഇങ്ങനെ ഒരു അമ്മ വളരെ പെട്ടെന്ന് മരിച്ചു, മരിച്ചു. പക്ഷേ അന്ന് തന്നെ അടക്കുകയും ചെയ്തു. 2 പൊടി കുഞ്ഞുങ്ങളാണ്. ഈ ഭർത്താവ് ഈ കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കാരണം ഇവൾ ജീവിച്ചിരുന്നപ്പോൾ ഇയാൾക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. അടുക്കളയിലൊന്നും കയറി പോലും ചെയ്തിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ എല്ലാം A to Z അവൾ ചെയ്യുമായിരുന്നു. ഒന്നും അയാൾക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന ഈ കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്യുമെന്ന് അയാൾക്കറിയില്ല. അയാൾ പതുക്കെ അടുക്കളയിൽ കയറി നോക്കിയപ്പോൾ അടുപ്പത്ത് അവൾ മരിക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ട് പോയ ഒരു ആഹാരം അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു പായസമായിരുന്നു. അതെടുത്ത് അവൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് അയാൾ കൊടുക്കുകയാണ്. അയാൾ ചിന്തിച്ചു, മരിക്കുന്നതിന് മുമ്പ് വരെ എത്രമാത്രം കരുതലോട് കൂടിയിട്ട് അവൾ ജീവിച്ചത്. തൻ്റെ കൂടെ പാർക്കുന്ന ആളുകളെ അവരർഹതപ്പെട്ടത്, എൻ്റെ കുഞ്ഞിന്, എൻ്റെ മക്കൾ വിശക്കരുത്, അവർ ഒരിക്കലും സങ്കടപ്പെടരുത്, ഭാരപ്പെടരുതെന്ന് ആഗ്രഹിച്ച് അവസാന ശ്വാസം വരെയും ജീവിക്കാൻ പ്രകാശം കിട്ടിയവർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മിൽ നിന്ന് വേർപെട്ട് പോയി കഴിയുമ്പോഴായിരിക്കുമോ അവരുടെ വില എന്താണെന്ന്, അവർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നന്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. ഈ നോമ്പ് കാലഘട്ടം നമ്മുടെ കുടുംബത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ, നമ്മുടെ കുടുംബകാര്യമൊന്ന് ക്രമപ്പെടുത്തുവാൻ, പാളിച്ചകൾ, കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും മനസ്സിലാക്കലിൻ്റെയും ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരികയും അതനുസരിച്ച് നമ്മുടെ ജീവിതം ഒന്ന് ക്രമപ്പെടുത്താൻ നമുക്ക് ഈ വേദഭാഗം മുഖാന്തരമായി തീരട്ടെ. ഈ നോമ്പിൻ്റെ കാലഘട്ടം അതിനെ നമ്മെ പ്രാപ്തമാക്കട്ടെ. പ്രത്യാശ, വിശ്വാസം, സഹനം, ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പിറുപിറുക്കലില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്. ജോർജ് അഞ്ചാമൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ മേശപ്പുറത്ത് എല്ലാവരും കാണത്തക്ക വിധം ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: ഈ ലോകത്തിലൂടെ കുറച്ച് നാളുകൾ മാത്രമേ നമ്മൾ യാത്ര ചെയ്യുകയുള്ളൂ. എന്നാൽ നമ്മൾ എത്ര നാൾ ജീവിക്കുന്നു അത്രയും നാളുകൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും സ്നേഹിക്കുവാനും കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കരുത്. എത്ര കാലം നമ്മളുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ആയിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവരുടെ സന്തോഷം വീണ്ടെടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കട്ടെ. അമൂഹത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഓരോ ദിവസവും നമ്മൾ നമ്മുടെ കുടുംബത്തിൽ അപരിചിതരായി മാറിക്കൊണ്ടിരിക്കുകയാണോ? ഗൗരവകരമായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മൾ സംസാരിക്കുന്നത്? നിസ്സാര കാര്യങ്ങൾക്ക് വരെ നമ്മളിങ്ങനെ ശണ്ട കൂടുന്നവരാണോ? ഗൗരവകരമായ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ വചനം, സുവിശേഷം സംസാരിക്കാൻ, നല്ല ഭാഷ, നല്ല വാക്കുകൾ സംസാരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒരാൾക്ക് വേണ്ടി ജീവിക്കുന്നൊരു പാവയായിട്ടാണ് നമ്മൾ കാണുന്നത്. എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Body